ഇതൊരു കൊച്ചു ബേസിനാ, വലിയ ബേസിനാണെങ്കിൽ കുറെ തണ്ടുകളൊക്കെ ഉണ്ടായേനു. ഹായ്, എൻ്റെ പേര് പൊന്നു. വെൽക്കം ടു ആയുഷ് മീഡിയ. ഇന്ന് ഞാനൊരു കാര്യം കാണിക്കാൻ പോവാണ്. എൻ്റെ ആമ്പലിൽ ഒരു പൂ ഉണ്ടായിട്ടുണ്ട്. വാ, ഞാനിനി എൻ്റെ ആ പൂ കാണിക്കാം. ഇതാണ് എൻ്റെ ആമ്പല്. ഇത് എനിക്കാണെങ്കിൽ ഒരു തൈയാ കിട്ടിയത്. ഇതിൻ്റെ തൈ എനിക്ക് കിട്ടിയത് അവിടെയുള്ള ഒരു ആൻറ്റി തന്നതാ. കണ്ടെത്തി പോയി ചേറെടുത്തോണ്ട് വന്നിട്ട് ഈ ബേസിൻ്റെ അകത്ത് ഇട്ടിട്ട് ആമ്പലിൻ്റെ തൈ ഇതിൻ്റെ അകത്തോട്ട് കുഴിച്ചു വെച്ചു. ഇതൊരു കൊച്ചു ബേസിനാ. വലിയ ബേസിനാണെങ്കിൽ കുറേ തണ്ടുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവുക. ഈ ബേസിന് ചുറ്റിന് ഞങ്ങൾ പഴയ ഒരു ടയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അകലെ നിന്ന് നോക്കാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഒരു തൈയ് പിടിയെടുത്ത് വേറെ ഒരു കുളം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തൈ കിളിച്ച് വരുന്നേ ഉള്ളൂ. വാ, അത് ഞാൻ കാണിക്കാം. ദേ ഈ കാണുന്നതാണത്. ഇതും കണ്ടത്തിലെ ചെടിയെടുത്ത് അതിൻ്റെ അകത്ത് നട്ടേക്കുന്നത്. ഇവിടെ ഒത്തിരി ചെടിയുണ്ട്, അത് പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇവിടെ ഒത്തിരി ടൈപ്പ് കാക്കപ്പൂ ഉണ്ട്. ഇവിടെ കുറെ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട്. ഇത് പിന്നെ മണി പ്ലാന്റ്. ഇത് പിന്നെ ഓർക്കിഡ്. ഇതെല്ലാം പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്. ഈ ചട്ടിക്കകത്ത് പിന്നെ മൊത്തം ഓർക്കിഡാ. ഇതെല്ലാം പിന്നെ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഇത് കാണിക്കാം. ഇത് പിന്നെ ഞങ്ങളുടെ പേരയാണ്. ഇത് പിന്നെ ഒരു ചെറിയ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഞങ്ങളുടെ ഗപ്പിയാണ്. അത് അടുത്ത വീഡിയോൻ്റെ അടുത്ത് കാണിക്കാം. ഇവിടെ പിന്നെ ഒത്തിരി പേരയും ഫാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട്. കുറെ വെറൈറ്റി ബന്ദിപ്പൂക്കളുണ്ട് ഇവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക. അപ്പം ബൈ, അടുത്ത ദിവസം കാണാം.